പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിയദാസനെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു നന്ദി സ്തുതി സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതിനകത്ത് ദൈവമായ ഈശോ തൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് പറയാണ്, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയും വരുത്. ഈ ക്ലാസ് തന്ന് ഇന്നലെ രാവിലെ ചില വാർത്തകൾ, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ചില വാർത്തകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെന്നോട് ശ്രദ്ധിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ രാവിലത്തെ വാർത്ത പറയുന്നത്, ഇറാനിലുള്ളവർ എത്രയും പെട്ടെന്ന് രാജ്യം വിടുക, ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ്. ഇതാണ് ആ വാർത്ത. പ്രിയപ്പെട്ടവരെ, ഇത് ഏത് വർഷം മുമ്പാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? 2000 വർഷം മുമ്പ് സർവശക്തനായ യേശുനാഥൻ ഈ ലോകത്തിലെ ജനത്തോട് പറഞ്ഞതാണ്, നിങ്ങൾ ഗ്രാമത്തിലുള്ളവർ നഗരത്തിലേക്ക് പോകരുത്, നഗരത്തിലുള്ളവർ അവിടെ വിട്ടു പോവുകയും ചെയ്യണം. ഇത് പറഞ്ഞ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് ഇതൊന്നും മനുഷ്യൻ്റെ തലയിൽ കയറിയില്ല. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, സമ്പത്തുണ്ടാക്കുക എന്ന് പറയുന്നത് വിദേശ ജോലികളാണ്. അതിന് പറ്റിയ കുറേ കോഴ്സുകളെയും പടച്ചുവിട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നു, അത് 4 വർഷം 5 വർഷം പഠിക്കുന്നു, പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ് വിമാനത്തിൽ കയറി കോടാനുകൂടി സമ്പാദിക്കാൻ വേണ്ടി. അപ്പോൾ നാം ഏത് കാലഘട്ടത്തിൽ എത്തി നിന്നുകൊണ്ടാണ് ഇന്ന് പട്ടണങ്ങളിൽ താമസിക്കുന്നത് എന്നും പട്ടണത്തിലുള്ളവർ എങ്ങോട്ട് മാറി താമസിക്കണമെന്നും കർത്താവ് പറഞ്ഞൊന്നും നമുക്ക് തലയിൽ കയറിയിട്ടില്ല. അത് കയറണമെങ്കിൽ ഇനി ആ സാഹചര്യം ദൈവമായ കർത്താവ് ഈ ജനത്തെ ക്രോധത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും കർത്താവ് പറയുന്നത്, അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും എന്ന് കർത്താവുണ്ട്. ഇനി നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ അമേരിക്കയുടെയൊക്കെ ക്രോധം ആരുടെ നേരെയാണ് വരുന്നത്? അതിൻ്റെ എതിർ രാഷ്ട്രമായ ആ രാജ്യങ്ങളുടെ നഗരങ്ങളുടെ മേൽ വരികയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ നഗരത്തിലുള്ളവർ അവിടം വിട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ, പോകണം എന്ന് പറയുന്നതിന് തുല്യമാണ്. പോകണം എന്ന് പറഞ്ഞാൽ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. പോകട്ടെ എന്ന് പറഞ്ഞാൽ പോയിരിക്കണം എന്നാണ് അർത്ഥം. നഗരം വിട്ട് പോയിരിക്കണം, നഗരത്തിൽ നിങ്ങൾ ഓടിക്കോണം, രക്ഷപ്പെട്ടോണം, മാറിക്കോണം എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് വല്ലതും പ്രശ്നമുണ്ടോ? നമുക്ക് ഏതെങ്കിലും നഗരം കിട്ടിയാൽ മതി. ലണ്ടൻ നഗരം കിട്ടിയാൽ, കാനഡ നഗരം കിട്ടിയാൽ, ഓസ്ട്രേലിയൻ നഗരം കിട്ടിയാൽ, USA അമേരിക്കൻ നഗരം കിട്ടിയാൽ ഏറ്റവും സംതൃപ്തിയായി, ഏറ്റവും സന്തോഷമായി. ഞാൻ പഠിച്ച കോഴ്സ് BBA MBA, ഞാൻ പഠിച്ച നേഴ്സ്, ഡോക്ടർ, ഞാൻ പഠിച്ച ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മനോഹരമായി. കർത്താവ് അന്തിമ മുന്നറിയിപ്പ് തന്ന് ഈ നഗരത്തിൽ താമസിക്കുന്ന വ്യക്തികളോട്, ആ സമൂഹത്തോട്, ആ വിധ ജാതികളോട് കർത്താവ് സംസാരിക്കുകയാണ്. നഗരത്തിലുള്ളവർ അവിടം വിട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വാർത്ത വരികയാണ്, ടെഹ്റാൻ നഗരത്തിലുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് രാജ്യം വിടുക. അപ്പോൾ ഞാനത് ഇതൊന്നും ഓർത്തുകൊണ്ട് പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞ വചനത്തെ ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം കർത്താവ് എന്താ പറഞ്ഞ്, ഗ്രാമത്തിലുള്ളവർ പട്ടണങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? കോഴ്സിൻ്റെ പിന്നാലെ പോകരുത്. ഇനി ഒരു കോഴ്സിൻ്റെയും പുറകെ നിങ്ങൾ പോകരുത്. 8 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം അത്രയും പൈസ മുടക്കി ഡോക്ടറാകുക, എഞ്ചിനീയർ ആകുക, ആ കോഴ്സ് പഠിക്കുക, ഈ കോഴ്സ് പഠിക്കുക, ജർമ്മൻ ഭാഷ പഠിക്കുക, അതിനെ പിന്നാലെ പോകരുത്. ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലേക്ക് പോകരുത്. കർത്താവ് മുന്നറിയിപ്പ്. പഠിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം 5 ലക്ഷം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം എന്തായി? വിസയായി. വിസയും കൊടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? നഗരങ്ങളിലേക്ക്. നഗരങ്ങൾ എന്താണ്? കർത്താവിൻ്റെ ക്രോധം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വെറുതെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. ഇനി ഒരു 15-20 ദിവസം ഗ്യാസ് ലഭിക്കാതെ വന്നപ്പോൾ ഈ സമൂഹം അനുഭവിച്ച വേദന, ഓരോ കുടുംബം അനുഭവിച്ച വേദന, 2 നില 3 നില 4 നില മുകളിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വിറക് എടുത്തുകൊണ്ട് കത്തിക്കാൻ പറ്റുമോ? അവർക്ക് ഗ്യാസ് ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കറണ്ടില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? മോട്ടർ അടിക്കാൻ പറ്റില്ല. മോട്ടർ അടിച്ച് വെള്ളം മുകളിൽ കയറിയില്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പറ്റുമോ? ബാത്റൂമിൽ പോയി ഭക്ഷണപദാർത്ഥം ഉണ്ടാക്കാൻ പറ്റുമോ? അലക്കും കുളിയും നടക്കുമോ? ഇതൊന്നും ഒരു കറണ്ടില്ലാതെ വന്നാലത്തെ സംഭവമാണ്.
അപ്പോൾ നമ്മളിതെല്ലാം ആശ്രയിക്കുന്നത് ശാസ്ത്രം എന്ന അസ്ത്രത്തിൽ ആണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്. നമ്മൾ വിചാരിക്കും ശാസ്ത്രം ഏറ്റവും മനുഷ്യനെ രക്ഷിച്ച് ഉയരത്തിക്കൊണ്ട് വിമാനത്തെ കൂടെ പറപ്പിച്ച് ദൂരെ കൊണ്ട് ചാടിച്ച് അവിടുന്ന് ഇഷ്ടംപോലെ പണം വരുത്തി പിന്നെ നമ്മളിങ്ങനെ വളരെ ആനന്ദത്തോടെ 2 നിലയും 4 നിലയും വെച്ച് റിമോട്ട് കണ്ടുകൊണ്ട് ഗേറ്റും വെച്ച് എല്ലാ സുഖസൗകര്യങ്ങളും കൊണ്ട് നമ്മളെ താമസിപ്പിക്കാൻ ശാസ്ത്രം എന്ന അസ്ത്രം വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളോടൊക്കെ എന്തൊരു സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ, എന്തുമാത്രം സ്നേഹം നമ്മളുള്ളതുകൊണ്ടാണ്. ഒന്ന് ദൈവം സ്നേഹം കൊണ്ട് ഇതെല്ലാം തന്നു, 2 ശാസ്ത്രം ഇത് മുഴുവൻ നമ്മളെ ശാസ്ത്രീയമായിട്ടെല്ലാം അനുഗ്രഹമാക്കി മാറ്റി. അതുകൊണ്ട് എത്രയോ മനോഹരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ അതിൽ തന്നെ ഒരു 4 ദിവസം, ഒരു 5 ദിവസം പോട്ടെ, ഒരു ദിവസം, ഒറ്റ ദിവസം ഒരു ഫുൾ സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കറണ്ട് ഇല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും? ഒരു 3 ദിവസം കറണ്ടില്ല വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? കഴുകാൻ ഭക്ഷണം ഉണ്ടാവുമോ? അല്ല, ഭക്ഷണം കഴുകാൻ വെള്ളം ഉണ്ടാവുമോ? എന്തായിരിക്കും അതിന് പരിണിതഫലം? വെറുതെ നിങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ അത്ര കയറി പറയുന്നില്ല. ഒന്നിൽ ടോയ്ലറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും? ഇനി വെള്ളമില്ല വന്നാൽ അത്യാവശ്യം പോകേണ്ടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ചിന്തിച്ചോ? അത് ശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ നശിപ്പിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കും, കറണ്ടില്ലേ, ഫോണില്ലേ, നിങ്ങൾക്ക് ഫാനില്ലേ, നിങ്ങൾക്ക് മൊബൈൽ ഫോണില്ലേ, നിങ്ങളിതെല്ലാം ഉപയോഗിച്ചിട്ടില്ലേ പറയും. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മനുഷ്യനെ നശിപ്പിക്കാൻ ഉള്ള സംഭവങ്ങളാണ്. എന്നാൽ അത് കിട്ടിയപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതിലത്തോടെ കുറച്ച് ഈശോയുടെ സുവിശേഷം കൊടുക്കാൻ വേണ്ടി കുറച്ച് ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. വളരെയേറെ ഈ ലോകത്തിന് ആവശ്യമായിരിക്കുന്ന ജീവൻ്റെ വചനം, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ വീട്ടിൽ കഴിക്കാൻ കഞ്ഞി വെക്കാൻ അരി ഉണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് ആവശ്യമില്ല. നമുക്ക് ബാങ്കിൽ കൂടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനത്തിന് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ വെള്ളവും ഭക്ഷണവും ആഹാരവും വാഹനവും ഡീസൽ പെട്രോൾ ഒഴിച്ചിട്ട് വാഹനം ഓടാണെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനത്തിന് ആവശ്യമില്ല. നമ്മളിതൊരാൾ വീട്ടിൽ നിന്ന് മരിച്ചു പോയാലും നമുക്ക് ജീവൻ്റെ വചനത്തിന് ആവശ്യമില്ല. ആ ആത്മാവ്, മരണപ്പെട്ട ആത്മാവ് ഈ ഭൂമിക്ക് അടിയിലേക്ക് പോയാൽ എന്തുമാത്രം വേദനയും എന്തുമാത്രം ദുഃഖവുമാണ് ആ വ്യക്തി അനുഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഒന്നും രക്ഷിക്കുവാനല്ല ഇതൊന്നും. എന്നാൽ മനുഷ്യന് ആത്യന്തികമായ രക്ഷ നൽകാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശാസ്ത്രവും വേണ്ട, ഒരു തത്വസംഹിതകളും വേണ്ട, ഒരു കാൽക്കുലേഷനുകളും വേണ്ട. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് രക്ഷ എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും ഉള്ള ജീവനിലേക്കുള്ള പ്രവേശിക്കലാണ്. മരണത്തിൽ നിന്നും വിമോചനം തേടി നിത്യത്തിലേക്കുള്ള ഒരു മാറ്റപ്പെടലാണ്. മരണത്തെ അതിലംഘിക്കുവാൻ, അതിജീവിക്കാൻ, കടന്നു പോകാൻ ഉള്ള ശക്തിയും വിശുദ്ധിയുമാണ്. അതിന് ശാസ്ത്രമല്ല ആവശ്യം, അതിന് ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനമാണ് ആവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പച്ചയായിട്ട് പറഞ്ഞു വെച്ചു, 2000 വർഷം മുമ്പ് പറഞ്ഞു വെച്ചു, പട്ടണത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് മാറിക്കോ, മാറി താമസിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്ന് നിർബന്ധമാണ്. നിർബന്ധിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ എത്ര പെട്ടെന്ന് മാറി താമസിക്കട്ടെ, എത്ര പെട്ടെന്ന് പട്ടണം വിട്ടു പോകട്ടെ. കാരണം എന്താണ്? എവിടെ നിന്നാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ആണവ മിസൈലുകൾ വന്ന് വീഴുക എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റിയില്ല, ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ റഡാർ സംവിധാനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ബഹിരാകാശത്ത് ഹൈപ്പർസോണിക് മിസൈൽ എന്ന സാധനം ബഹിരാകാശത്ത് പോയിട്ട് അത് മിന്നൽ പിണറിൻ്റെ വേഗതയിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ മാറാനോ ഓടാനോ സമയം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, പട്ടണങ്ങളിലുള്ളവർ അവിടെ വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞ് നിശ്ചയം എത്ര പെട്ടെന്ന് ഓടിക്കൂ. ഗ്രാമത്തിലുള്ളവർ കോഴ്സിൻ്റെ പുറകെ പോയേക്കരുത്. ഒരു കോഴ്സും പഠിച്ച് നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കരുത്. കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലാണ്, യുഗാന്ത്യത്തിലാണ്. യുഗം അവസാനിക്കാൻ 2033 യുഗം അവസാനിക്കുമെന്ന് അതിൻ്റെ ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ വ്യക്തമായി കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. നമ്മൾ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കലണ്ടർ നോക്കിയാൽ നമുക്ക് അറിഞ്ഞൂടെ ഏത് കാലഘട്ടത്തിലാണ് ലോകം അവസാനം, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കലണ്ടറിൽ തന്നെ ഡേറ്റ് കിടപ്പുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കർത്താവ് പറയാണ്, പിന്നെ എന്താ കർത്താവ് പറയുന്നത്? അത്രയും പറഞ്ഞു വെച്ച ശേഷം പിന്നെ കർത്താവ് പറയാണ്, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ കർത്താവ് പറയാണ്, എഴുതപ്പെട്ടവെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാര ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അന്നെന്ന് പറയുമ്പോൾ പല അന്നുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ അന്നെന്ന് പറയുന്നത് കർത്താവ് പറയുമ്പോൾ ഒരു ദിവസമാണ്, ഒരു ദിവസത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അത് ദാനിയേൽ പ്രവചന പുസ്തകത്തിലും വെളിപാട് ഗ്രന്ഥത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വന്നു കഴിയുമ്പം അന്നെന്നുള്ളതിന് ഒരു 7 വർഷമുണ്ട്. ആ 7 വർഷം തുടങ്ങുന്നത്
2033 പുറകോട്ടുള്ള 7 വർഷം കുറയ്ക്കുമ്പോഴാണ്. 33 7 വർഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ, ആ സംഖ്യയുടെ ഒരു തുടക്ക ദിവസമുണ്ട്, അതാണ് ഒന്നാമത്തെ അന്ന്. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ മറ്റൊരു ശൈലിയുണ്ട്, അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ആ സമയത്തിൻ്റെ തുടക്കം ഒരു ദിവസം ഒരന്ന്. 2, ആ കാലഘട്ടം ഒരു 3 വർഷം മുന്നോട്ട് പോയി ആ സത്യസന്ധമായ നീതിബോധമായ ഈ ലോകത്തുള്ള നിയമങ്ങളും തത്വസമിതികളും സഭയുടെ ശുശ്രൂഷകളും സഭയുടെ മഹത്വവും എല്ലാം എന്നേക്കുമായിട്ട് അവസാനിച്ച് ഈ പ്രപഞ്ചത്തെ തന്നെ, ഇവിടുത്തെ ജനാധിപത്യത്തെ അല്ലെങ്കിൽ സംവിധാന ഗവൺമെൻറ്റുകളെ മൊത്തം ഇല്ലാതെയാക്കുന്ന രീതിയിൽ ക്രിസ്തു വരുന്ന ഒരു ദിവസമുണ്ട്. അതും ഒരു അന്നാണ്. അത് സമയത്തിൻ്റെ പകുതിയാണ്, സമയവും സമയങ്ങളുമാണ്. അത് കഴിഞ്ഞ് ഗോഗ് മാഗോഗ് യുദ്ധത്തിനായിട്ട് ലോകം ഒരുങ്ങുകയും അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലേക്ക് ലോകം വലിച്ചഴിക്കപ്പെടുകയും യന്ത്രയുഗങ്ങൾ, റോബോട്ടുകളും ഓട്ടോമാറ്റിക് യന്ത്രങ്ങളെല്ലാം, അത് വിമാനമില്ല, മനുഷ്യരില്ലാതെ പറപ്പിക്കുന്ന വിമാനങ്ങളും റോബോട്ടിക്കായിട്ടുള്ള പട്ടാള വ്യൂഹവും എല്ലാം വന്നിട്ട് ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഗോഗ് മാഗോഗ് യുദ്ധം സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. അതും ഒരു അന്നാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് ലേശോടെ പോയി കഴിയുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ പൊന്നോമന മക്കളായി തൻ്റെ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു ദിവസവും, അതുപോലെ ആ ദിവസം തന്നെ ഈ നിത്യശിക്ഷയ്ക്കായിട്ട് ഒരുക്കപ്പെട്ട നിത്യപാതാളത്തിലേക്ക് അണുബോംബുകൾ മുഴുവൻ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ആ അത്യഘാത തീക്കുണ്ടത്തിലേക്ക് ബാക്കിയുള്ളവരെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അതും ഒരു അന്നാണ്. അതുകൊണ്ട് പ്രിയ സഹോദരനെ, അന്ന് എന്നൊരു വാക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം വെറുതെ വായിച്ചു പോകാനുള്ളതല്ല. ഓരോ വചനത്തിനും 3 തലത്തിൽ 3 കാലഘട്ടത്തെ സംബന്ധിച്ച് അർത്ഥമുണ്ട്. അല്ല ചുമ്മാ ഒരു കൊട്ടത്താപ്പിന് വെറുതെ ഒരു ശൈലിക്ക് പ്രവാചകൻ ചുമ്മാ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നി ചില ആശയങ്ങൾ വെച്ച് എഴുതിയതല്ല ഇത് പ്രിയ സഹോദരങ്ങളെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനത്തെയും നാം ഗ്രഹിക്കണമെങ്കിൽ, നാം ആ വിശുദ്ധ ഗ്രന്ഥത്തെ ഗ്രഹിക്കാൻ തക്കവിധമുള്ള വിശുദ്ധിയും ഒരുക്കവും ജ്ഞാനവും നീതിയും സത്യസന്ധയും ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവ് എന്ന ആത്മാവിനെ നാം ആവഹിച്ചെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വിശുദ്ധിയും പരിശുദ്ധിയും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് സ്നേഹവും പരിചരണവും കിട്ടണം, അതിന് പരിഗണനയും അംഗീകാരം കിട്ടണം, അതിനെ ഓമനിക്കുകയും താലോലിക്കുകയും ലാളിക്കുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിലേ പ്രാവ് നമ്മളോട്ട് ഇണങ്ങി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയുള്ളൂ. അത് പ്രാവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ അത് വളരെ ശബ്ദമിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ വേഗം പറന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ വസിക്കണമെങ്കിൽ, ഇതിനെയൊക്കെ ഞാൻ അങ്ങോട്ട് ഗ്രഹിക്കണമെങ്കിൽ, അതെല്ലാം ഗ്രഹിച്ച് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ, അതനുസരിച്ച് എൻ്റെ ഇന്ദ്രിയത്തെ മാറ്റണമെങ്കിൽ 10 കന്യകമാരിൽ 5 കന്യകമാർ മണവാളം വന്നപ്പോൾ തന്നെ വിളക്കുകളെടുത്ത് എണ്ണ കരുതികൊണ്ട് കത്തിച്ചപ്പോൾ അഗ്നി രൂപം പ്രാപിക്കുകയും വിളക്ക് കത്തുകയും ചെയ്തു. എന്നാൽ 5 പേർക്ക് എണ്ണയില്ലാഞ്ഞതിൻ്റെ പുറത്ത് കെട്ടുപോയി എന്നതുപോലെ ഏതു നിമിഷവും കർത്താവിൻ്റെ വരനായിട്ട് ഒരുങ്ങുമ്പോൾ നാളെ വന്നാലും എൻ്റെ വിളക്കാകുന്ന എൻ്റെ ഇന്ദ്രിയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചു വെക്കേണ്ട ദിവസമാണിതെല്ലാം. ഇപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അത് സാധിക്കില്ല പ്രിയപ്പെട്ടവർ. അടുത്ത മാസം ധ്യാനം കൂടി അടുത്ത മാസം ഒരുങ്ങിയേക്കാം, അടുത്ത മാസം പോയേക്കാം. ചിന്തിക്കരുത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം പോയി, എന്നേക്കും പോയി. ഇപ്പോൾ ഈ നിമിഷം, അതിന് ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വരുന്നത് പെട്ടെന്ന് കൈ ഒടിഞ്ഞു, കാല് തെറ്റി നിലത്തേക്ക് വീണ് കൈ ഒടിഞ്ഞു. നിങ്ങൾ വീട്ടിലിരിക്കുമോ? എന്നാൽ അടുത്ത മാസം നമുക്ക് പോയേക്കാന്ന് വെക്കൂ പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ കയ്യോ കാലോ ഒടിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മളൊരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ സെക്കൻഡിൽ ഇപ്പോൾ തീരുമാനം എടുക്കണം. അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിന് അല്ലെങ്കിൽ ധ്യാനത്തിന് എൻ്റെ ഈശോയെ ഞാൻ പോയിരിക്കും. തടസ്സങ്ങളെ യേശു നാമത്തിൽ വിട്ടുപോട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരുങ്ങണം പ്രിയ സഹോദരങ്ങളെ. കാരണം കർത്താവ് പറയാണ്, നഗരങ്ങളിലുള്ളവർ അവിടം വിട്ടുപോകട്ടെ, ഗ്രാമത്തിലുള്ളവർ നഗരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം നഗരങ്ങളാണ് എല്ലാവിധ മേച്ഛതയുടെയും അശുദ്ധിയുടെയും സംവിധാന കേന്ദ്രം. ഗ്രാമാന്തരീക്ഷത്തിൽ ശുദ്ധവായുണ്ട്, ശുദ്ധജലമുണ്ട്, ശുദ്ധമായ ഭക്ഷണമുണ്ട്, എല്ലാ ശുദ്ധിയുണ്ട്, നല്ല വായു, അന്തരീക്ഷം, സ്നേഹമുള്ള മനുഷ്യർ, കൂതാശയുള്ള ജനങ്ങൾ, പള്ളിയിൽ പോകുന്ന ജനങ്ങൾ, എപ്പോഴും സംശുദ്ധമായ ഒരു ഏരിയയാണ് ഗ്രാമങ്ങളിൽ.
ആ ഗ്രാമം പോലെയുള്ള നഗരങ്ങൾ കാപട്യത്തിൻ്റെയും മറയുടെയും അശ്ലീലത്തിൻ്റെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയും ഒക്കെ ഏറ്റവും മ്ലേച്ഛമായ മോശമായ സ്ഥലങ്ങളാണ് നഗരങ്ങളിൽ. അതുകൊണ്ട് കർത്താവ് അത്തരം സ്ഥലങ്ങളെ കർത്താവ് തൻ്റെ അഗ്നി അയച്ച് കത്തിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. വലിയ ക്രോധവും നിപതിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ക്രോധം എന്ന് പറഞ്ഞാൽ അണുബോംബാണ്. ഒരൊറ്റ വീഴ്ച കൊണ്ട് വീണാൽ ആ ഒരു ചുറ്റളവ് മുഴുവനും അഗ്നിയുടെ തീക്കോളമായിട്ട് മേലേക്ക് വരും. നമുക്കറിയാം, എൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹിരോഷിമ നാഗസാക്കിക്ക്. കർത്താവ് ഇതെല്ലാം മുന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത്, മാറിക്കോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ എന്ന് കർത്താവ് പറയണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ചിലപ്പോൾ എന്നെപ്പോലെ 1-2 പേരൊക്കെ കണ്ടെന്ന് വരുള്ളൂ. ഇത്രമാത്രം ഒരുക്കത്തോടെ സംസാരിക്കാൻ അധികം ആൾക്കാരൊന്നും ദൈവം നിയോഗിച്ചിട്ടില്ല. 1, 2, 3, 4 പേരൊക്കെ ഉണ്ടാവും ലോകത്ത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, വളരെ സൂക്ഷ്മത ശ്രദ്ധിക്കുക. ഈ ഒരുക്കത്തിൻ്റെ സമയം ഇപ്പോൾ തുടങ്ങി കഴിയേണ്ട സമയം കഴിഞ്ഞു. കത്തോലിക്ക സഭ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ സഭയെ അറിയിച്ചിരുന്നു. ഇതൊക്കെ അറിയിച്ച് ഈ രീതിയിൽ ഒരുങ്ങി വന്നിട്ട് ഇപ്പം എല്ലാം തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ട് നിൽക്കേണ്ട സമയമായിരുന്നു. 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഈ രീതിയിൽ ഒരുങ്ങണമെന്നും ഈ രീതിയിൽ പഠിക്കണമെന്നും ഈ രീതിയിൽ പഠിപ്പിക്കണമെന്നും ഈ രീതിയിൽ സംസാരിക്കണമെന്നും ഈ രീതിയിലുള്ള തിന്മയിൽ നിന്ന് വിട്ടുമാറണമെന്നും എല്ലാം വ്യക്തമായിട്ട് അതിൻ്റെ അധികാരികളൊക്കെ പഠിപ്പിക്കുക. ആ ഒരു വഴിക്കൊക്കെ ഞാൻ പോയത്. പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ കർത്താവിന് ആവശ്യമുള്ളവരെ, യേശുക്രിസ്തുവിന് ആവശ്യമുള്ളവരെ ഇത്തരം ക്ലാസ്സിൽ കൂടിയോ സാഹിത്യത്തിൽ കൂടിയോ കർത്താവ് ഒരുക്കുക തന്നെ ചെയ്യും. ഒരു സംശയമാണ്. അങ്ങനെയാണ് കുറേയേറെ ആളുകൾ ഈ ലളിതാസിൽ കൂടെ യേശുവിൻ്റെ സനാതന സുവിശേഷം ശ്രമിക്കാൻ പറ്റും. സുവിശേഷം ശ്രമിക്കാൻ എങ്ങോട്ട് വേണം? പള്ളിക്കകത്തോട്ട് കയറിയ സുവിശേഷം കിട്ടും, ധ്യാനത്തിന് പോയ സുവിശേഷം കിട്ടും, കേരളത്തിലെ ഏത് ധ്യാന സെൻ്ററിൽ പോയാലും സുവിശേഷം കിട്ടും, മൊബൈൽ ഓണാക്കി ഏത് വചന പോർഷനെ പന്തക്കുസ്തക്കാരുടെയോ അഘോസാക്ഷിക്കാരുടെയോ ആരുടെ വേണേലും ഏതെല്ലാം സെക്ഷനുകളും സുവിശേഷം കിട്ടും. പക്ഷേ സനാതന സുവിശേഷത്തിൻ്റെ മുന്നറിയിപ്പ് നിങ്ങൾക്ക് വളരെ വിരളമായിട്ട് കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട, സനാതന സുവിശേഷം പറഞ്ഞാൽ എന്താണ്? സ്വർഗത്തിലെ സുവിശേഷം മായം ചേർക്കാതെ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ ഡേറ്റ് സഹിതം മുന്നറിയിപ്പ് കൊടുത്ത് ജനത്തെ ഒരുക്കുന്നതാണ്. ആ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നതാണ് സനാതന സുവിശേഷം. അതുകൊണ്ട് സനാതന സുവിശേഷം നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടും വിചാരിക്കരുത്. എന്നാൽ നമ്മുടെ യൂട്യൂബിലൂടെ ചില ചാനലിൽ കൂടെ ചില വ്യക്തികൾ, ചില അച്ഛന്മാർ, ചില ബ്രദർമാർ വളരെ അപൂർവമായിട്ട് സനാതന സുവിശേഷത്തെക്കുറിച്ച് പറയുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ ഡേറ്റും കാരണം വെച്ച് പറയുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവക്രോധം ഭൂമിയിൽ നിപതിക്കാൻ ഇനി മനുഷ്യൻ്റെ മുമ്പിൽ 7 വർഷങ്ങൾ മാത്രമേ ഉള്ളൂ, വർഷങ്ങൾ കൂട്ടുമ്പോൾ. എന്നാൽ അതിൽ തന്നെ ഈ 7 വർഷത്തിൻ്റെ അവസാനമല്ല ക്രോധം നിപതിക്കുന്നത്, മറിച്ച് 7 വർഷത്തിൻ്റെ ആരംഭത്തിലാണ്. അതുകൊണ്ടാണ് 2027 ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ വലിയ ക്രോധം ലോകത്തിനോ ആ 3ാം ലോക മഹായുദ്ധം 27 ആരംഭിക്കുമ്പോൾ പ്രിയ സഹോദരരെ, ഈ കാണുന്ന പെട്രോൾ ഡീസലും എല്ലാം പ്രത്യക്ഷമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നില്ല. അതിനാൽ പ്രിയ സഹോദരൻ, ഒരു ഒരുക്കം തൻ്റെ ജോലിയെ സംബന്ധിച്ചും തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചും എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടിൽ കൂടെ നാം എവിടെയാണ് എത്തിപ്പെടേണ്ടത്, ഇപ്പോൾ എത്രമാത്രം ആത്മീയമായിട്ട് ഒരുങ്ങണം, എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങണം, എത്രമാത്രം ധ്യാനം കൂടി ഒരുങ്ങണം, ഏതെല്ലാം രീതി കുമ്പസാരിച്ചൊരുങ്ങണം, ഏതെല്ലാം ആത്മീയ നന്മ പ്രവൃത്തികൾ, സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളൊരു പൈസ അയച്ചു തന്നാൽ, ഒരു സമ്പത്ത് അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു വസ്തു ഒരു 100 കസേര മേടിച്ചു കൊടുത്താൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ, യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ഒരു രൂപ കൊടുത്താലും, ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്താലും, പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ്റെ പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും യേശുവെ അങ്ങയുടെ മഹത്വത്തിനായി ഞാനിത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ കർത്താവിൻ്റെ മുമ്പിൽ അതിന് നീതിയും വിലയും മൂല്യവും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തെ നാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയോടെ വിലയിരുത്തി വലിയ ശക്തമായ ഒരുക്കത്തിനും ആത്മീയ, ഞാൻ ഒരു മാസം കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും ധ്യാന ക്ലാസ്സുകൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടെ ആക്കി വരുന്നുണ്ട്. ഒരു മാസം തന്നെ 2 ധ്യാനങ്ങൾ നടക്കും. ഒന്ന് നെടുമ്പാശ്ശേരിയിലും ഒന്ന് എൻ്റെ വീട്ടിലും നടക്കും. ആ രീതിയിൽ ക്രമീകരിച്ച് വരുന്നുണ്ട്. കാരണം ഈ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ല ഈ ഭാഗങ്ങളിലുള്ളവർക്ക് അത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കേരളത്തിൻ്റെ മധ്യഭാഗമായ നെടുമ്പാശ്ശേരി ചെയ്താൽ തിരുവനന്തപുരം മുതലുള്ള ആളുകൾക്ക് അങ്ങോട്ട് വരാൻ എളുപ്പമുണ്ട്. അങ്ങനെ ക്രമീകരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള സംവിധാനങ്ങൾ കർത്താവ് ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിസരങ്ങളെ വളരെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം. ഡേറ്റ് വെച്ച് വ്യക്തമായിട്ട് പറയണം. എല്ലാ കാര്യത്തിനും ഡേറ്റ് ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഡേറ്റ് ഇല്ലാത്തൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ അത് കർത്താവല്ലാതെ മറ്റാരും അറിയുന്നില്ല, പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല, മനുഷ്യപുത്രന് പോലും അറിയത്തില്ല, സ്വർഗത്തിൽ ദൂതന്മാർ പോലും അറിയത്തില്ല. അതുകൊണ്ട് അവർക്കും ദൈവം പോലും വെളിപ്പെടുത്തിയിട്ടില്ല.
ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഒരു കഥയില്ല. അതൊക്കെ വെറും മാനുഷികമായ അറിവിൻ്റെ തലത്തിലുള്ള ചെറിയ സംസാരം മാത്രമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന ഏറ്റവും സുലഭ കാര്യങ്ങൾ, യേശു ക്രിസ്തു എന്ന് വരും, എന്ന് ലോകം അവസാനിക്കുന്ന വ്യക്തമായ ഡേറ്റോടെ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് തെളിയിച്ചെന്നുള്ള ക്ലാസ്സിൽ എൻ്റെ ഇതിനകത്ത് കിടമുണ്ട്. അതിനുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഒരുങ്ങേണ്ട സമയം അത്യാസന്നമായിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ ഒരുങ്ങുക. അതിനായിട്ട് നിങ്ങളെ സമൃദ്ധമായി ഇരിക്കുമാട്ടെ. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഞാനിപ്പോൾ ഏറ്റവും ഊന്നി പറഞ്ഞ വചനം, ഞാൻ പട്ടണമുള്ളവർക്ക് അവിടെ വിട്ടു പോട്ടെ കർത്താവ് പറഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതാ ടെഹ്റാനിലുള്ളവർ എത്രയും പെട്ടെന്ന് രാജ്യം വിടുക എന്ന വാർത്തകൾ. അത് കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ദൈവമേ, തലേദിവസം ഞാൻ ക്ലാസ് കൊടുത്തതും പിറ്റേ ദിവസം കണ്ട വാർത്തയും തമ്മിൽ ഇത്രമാത്രം പൊരുത്തമുണ്ടല്ലോ. എൻ്റെ ദൈവമായ കർത്താവിന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായ ഒരുക്കം, ശക്തമായ ഒരുക്കം, വ്യക്തമായ ഒരു ധാരണ വേണം. ഞാൻ എപ്പോഴാണ്, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ കയ്യിലെ കുറവ്, എന്താണ് ഇനി പൂർത്തിയാക്കേണ്ടതുള്ളത്, വ്യക്തമായ സുവ്യക്തമായ ഒരു ബോധ്യം, ഒരു പ്രബോധന ബോധ്യം തന്നെ നമുക്ക് വേണം. അല്ലാതെ ഒരു സാമാന്യ രീതിയിലുള്ള ജീവിതം കൊണ്ടൊന്നും തൊട്ടില്ല. എന്താണെന്നറിയാമോ? എതിർ ക്രിസ്തുവിൻ്റെ ഭരണഭൂമിയിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ നന്മേത് തിന്മേതെന്നറിയില്ല. സഭയ്ക്കകത്തൂടെ തന്നെ പങ്കേറി വരും. സഭയുടെ നിയമങ്ങൾ മാറ്റപ്പെടും, കുദാശവചനങ്ങൾ മാറ്റം വരും, ഉദാശകളില്ലാതെയാവും, കുർബാന നിന്നു പോകും, പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അതങ്ങനെ അതിന് എയർ റോബോട്ടിൻ്റെ രീതിയിലുള്ള കുർബാനകൾ വരും, എയർ റോബോട്ടിൻ്റെ ബൈബിൾ വരും, എയർ റോബോട്ടിൻ്റെ കുദാശകൾ വരും, മതപീഡനം ശക്തമായിട്ട് വരും, വലിയ കൊലപാതകങ്ങൾ, വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും, ഭക്ഷ്യസാധനങ്ങൾ ഇല്ലാതെ വരും. മനുഷ്യനെ, ഒരു കുടുംബത്തിൽ തന്നെ 2-3 മരണങ്ങൾ പെട്ടെന്നുണ്ടാവും. ഒരു സമൂഹത്തെ ഒരുപാട് ബാധിക്കുന്ന ആയിരക്കണക്കിന് മരണങ്ങളുണ്ടാവും, പട്ടിണി മരണങ്ങൾ. ഇതെല്ലാം കൂടെ വരുമ്പോൾ മനുഷ്യൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും, മനുഷ്യൻ്റെ സ്ഥിരാവസ്ഥ നഷ്ടപ്പെടും, മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം എന്നേക്കുമായിട്ട് പോകുമ്പോൾ അവിടെ കിടന്ന് എന്ന് വെച്ചിട്ടൊന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും നിങ്ങളെ രക്ഷിക്കേണ്ടാവില്ല. ഒരു സഭയും ഉണ്ടാവുകയില്ല, ഒരു ഗവൺമെൻറ് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ ഒരൊറ്റ വ്യക്തി മാത്രമേ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളൂ, അന്നുമുള്ളൂ ഇന്നുമുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പ്രിയപ്പെട്ടവർ. അപ്പോൾ നമ്മൾ വിചാരിക്കും യേശു എവിടെയാണ്, കാണാനില്ലോ. പക്ഷേ തൻ്റെ മനസ്സുകൊണ്ട്, തൻ്റെ ആത്മാവുകൊണ്ട്, മനസ്സുകൊണ്ട് എൻ്റെ ഈശോയെ അങ്ങ് മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ഭവനത്തിനുമേൽ, എൻ്റെ ജീവനുമേൽ, ജീവിതത്തിന്മേൽ അങ്ങ് കരുണയോടെ സംരക്ഷിക്കണമേ എന്ന് വിശുദ്ധിയോടെ, പരിശുദ്ധിയോടെ, നീതിയോടെ നിന്ന് വിളിക്കുന്നവർക്ക് കർത്താവ് പറയണേ, ഞാൻ നിനക്ക് സമീപസ്ഥനാണ്, ഞാൻ നിൻ്റെ അടുത്തുണ്ട്, നീ എന്നെ വിളിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം തരുള്ളൂ. ഒരു സംശയം വേണ്ട പ്രിയപ്പെട്ടവർ. ആ സമയത്ത് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള വ്യക്തിയാണ് യേശു ക്രിസ്തു. അതിന് ഒരു സംശയം വേണ്ട. എനിക്കൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തുമില്ല. അതിനെ പ്രിയ സഹോദരങ്ങളെ, വ്യക്തമായി ഞാൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സുവ്യക്തമായ ചില മാനദണ്ഡങ്ങൾ വേണമെന്ന്. അതങ്ങനെ തന്നെ നമ്മൾ കണ്ടെത്തി വിലയിരുത്തി പഠിച്ചൊരുങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അവസ്ഥ വരും. അല്ലറിയാം. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചാൽ എത്രയും പെട്ടെന്ന്. അത് പ്രത്യേകിച്ചും ഈ ഒരുക്കത്തിൻ്റെ ക്ലാസ് മറ്റൊരിടത്തും കിട്ടിയാൽ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരനായിട്ട് വ്യക്തവും ശക്തമായിട്ട് ഒരുങ്ങാൻ നിങ്ങളെ സമൃദ്ധമായി യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.